ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോയിൻ ബേസ് ഹാക്കായി. ഓക്കെ, ഇറ്റ്സ് ഹാക്ഡ്. എന്താണ് ഈ സംഭവം, എന്താണ് ടീമിൻ്റെ റെസ്പോൺസ്, അതുപോലെ തന്നെ ഇതിൽ എൻ്റെ ഒരു സൊല്യൂഷൻ, ഓക്കെ, ഭാവിയിൽ സംഭവിക്കാതിരിക്കാനായിട്ട്. ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കോയിൻ ബേസ് എന്ന് പറയുന്നത് US അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന വൺ ഓഫ് ദി ടോപ്പ് 500 കമ്പനീസിൽ ഒന്നാണ്. S&P 500 എന്ന് പറയും. ആ ഒരു കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ട് US അവർ ചെയ്യണത് അതർ കൺട്രീസാണ്. അവർ ഏത് കൺട്രിയിലാണ് ഇത് നടന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു Tier 2 കൺട്രീസ് അല്ലെങ്കിൽ Tier 3 കൺട്രീസ് ആയിരിക്കും അവരുടെ കസ്റ്റമർ സപ്പോർട്ട്, കാരണം ദിസ് ഇസ് ചീപ്പ്. അപ്പോൾ ആ കസ്റ്റമർ സപ്പോർട്ടിലെ ആരൊക്കെയോ കൈക്കൂലി കൊടുത്തിട്ട് കസ്റ്റമർ ഡീറ്റെയിൽസ് അവർ ഏറ്റെടുത്തു, കയ്യിൽ കിട്ടി. എന്നിട്ട് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവരുടെ അക്കൗണ്ട് മൊത്തം കാര്യമാക്കി. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്ത ആൾക്കാർ കോയിൻ ബേസിനോട് പറയാണ്, ഒരു $20 മില്യൺ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ശരിയാക്കാമെന്ന്. അപ്പോൾ കോയിൻ ബേസിൻ്റെ മറുപടി CEO-ൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കോയിൻ ബേസിൻ്റെ മുതലാളി പറഞ്ഞു, പോടാ പോപ്പെന്ന്. ഓക്കെ, ആൾ പറയാണ്, ഇത് ഞങ്ങളുടെ 1% താഴെയാണ് ഈ കസ്റ്റമർ കേസ് നിങ്ങളിപ്പോൾ ലീക്ക് ചെയ്തെന്നൊക്കെ പറയണത്. ഓക്കെ, പിന്നെ $20 മില്യൺ എൻ്റെ പട്ടി തരും എന്നാണ് പറയണത്. അങ്ങനെ എല്ലാ ആൾ പറഞ്ഞത് വളരെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ആളുടെ റെസ്പോൺസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത്, ഓട പട്ടി, എൻ്റെ പട്ടി വരും, എനിക്ക് $20 മില്യൺ. അതിന് വേറെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഈ ഒരു ഹാക്കേഴ്സിനെ ആരെങ്കിലും കോയിൻ ബേസിനോട് പറയുകയാണെങ്കിൽ, ആരാണ് ഈ ഹാക്ക് ചെയ്തിരിക്കുന്നത്, എവിടെ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഹാക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കോയിൻ ബേസിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് $20 മില്യൺ കൊടുക്കാമെന്ന് നമ്മുടെ കോയിൻ ബേസുകാർ പറഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വില കൊലക്കൊമ്പന്മാരായിട്ടുള്ള എക്സ്ചേഞ്ച് ആണെങ്കിലും ഹാക്കിങ്ങിന് സാധ്യതയുണ്ട്, ഹാക്ക് ചെയ്യപ്പെടും. ഈവൻ നമ്മുടെ പെൻറ്റഗൺ അടക്കം ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞാൻ അന്നും ഇന്നും എന്നും പറയണ പോലെ, നിങ്ങളുടെ ഫണ്ടുകൾ ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളിലോ കാര്യങ്ങളോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നോട്ട് യുവർ കീസ് നോട്ട് യുവർ കോയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ക്രിപ്റ്റോയിൽ. അതായത് ഈ എക്സ്ചേഞ്ചിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണത് നിങ്ങളുടെ പൈസ ആണെങ്കിലും ദേ ആർ ദ കസ്റ്റോഡിയൻസ്. അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വാക്സറസിന് സംഭവിച്ച പോലെ, ഇപ്പോൾ കോയിൻ ബേസിന് സംഭവിച്ച പോലെ, FTXന് സംഭവിച്ച പോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. BingXന് സംഭവിച്ച പോലെ ഒരുപാട് എക്സാമ്പിളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധനം വാങ്ങാം. ഓക്കെ, സാധനം വാങ്ങിയിട്ട് Web3 വാലറ്റ്സ്, മെറ്റമാസ്കോ, റാപ്പി വാലറ്റോ, അല്ലെങ്കിൽ ബാക്ക് പാക്കോ, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള Web3 വാലറ്റ്സിലോട്ട്, ഡീസെൻട്രലൈസിലോട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. ദാറ്റ്സ് എ ലെവൽ അപ്പ് ഇൻ യുവർ ഇൻവെസ്റ്റിംഗ് ജേർണി. എന്നിരുന്നാലും ഈ പറഞ്ഞ വാലറ്റ്സിലോട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിപ്റ്റോൻ്റെ പ്രൈവറ്റ് കീയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 100% നിങ്ങളായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. കാരണം എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്ചേഞ്ചുകാർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിച്ചിരുന്നത്. ഇനി ഇതിന് ചുറ്റിട്ട് നമ്മുടെ മലയാള ചാനലിൽ കുറേ അങ്ങോട്ട് ബഹളമായി ഒക്കെ കാണിക്കും. പക്ഷേ ഇതാണ് ശരിക്കുള്ള ന്യൂസ്. ഓക്കെ, പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും അറിയാനായിട്ട് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് കിട്ടിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇൻ കേസ് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കാം. അപ്പോൾ പീസ് ഔട്ട്.